يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصمه ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون وإذا سألك عبادي عني فإني قريب أجيب دعوة الداع إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. ജനാസ നമസ്കാരം നിർവഹിക്കപ്പെട്ട ഒരു മയ്യത്തിന്റെ പേരിൽ മറഞ്ഞ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീടൊരു നമസ്കാരം നിർവഹിച്ചതായി നമുക്ക് രേഖയില്ല. ഉള്ള രേഖ രാജാവിന്റെ മരണം വഹയിലൂടെ മദീനത്ത് വെച്ച് കിട്ടിയപ്പോൾ അവിടെ അലൈഹി വസല്ലം അതിന് പണ്ഡിതന്മാർ ആ പ്രദേശത്ത് വെച്ച് ഈ ഫർള് കിഫാ ജനാസക്ക് വേണ്ടി നമസ്കരിക്കുക എന്ന സാമൂഹ്യമായ ബാധ്യത നിർവഹിക്കാൻ ഇവിടെ ആളില്ലാത്തത് കൊണ്ട് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെയും കൂട്ടി നിസ്കരിച്ചു. അതല്ലാതെ ഒരാൾ മരണപ്പെട്ട് ആ പ്രദേശത്ത് വെച്ച് അതിന് പുറമെ മറുനാടുകളിൽ വെച്ച് പ്രവാചകന്റെ കാലഘട്ടത്തിൽ നമുക്കൊരു രേഖ എന്നതാണ് പണ്ഡിതന്മാരിൽ മറഞ്ഞ ഒരു മയ്യത്തിന് വേണ്ടി ഒരിക്കലെങ്കിലും പ്രവാചകൻ നമസ്കരിച്ചല്ലോ നിർവഹിക്കുന്നതിന് വിരോധമില്ല എന്ന് അഭിപ്രായപ്പെടുന്ന ഇമാമിയങ്ങളും ഉണ്ട്. അഭിപ്രായ വ്യത്യാസം പണ്ഡിത ലോകത്ത് നിലവിലുള്ളതായി തോന്നുന്നത് വസല്ലമിന്റെ കാലഘട്ടത്തിലെ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നിർവഹിക്കപ്പെട്ട ഒരു മയ്യത്തിന്റെ നിസ്കാരം പിന്നെ പ്രവാചകൻ ചെയ്തത് നിസ്കാരം നടന്ന ഒരു മയ്യത്തിന് വേണ്ടി പ്രവാചകൻ വീണ്ടും കൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദീനയായപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് അറിയാതെ അവരെ തലേ രാത്രി മറമാടുകയും ചെയ്തു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു സ്വഹാബത്തിയും പറഞ്ഞു വന്നീ സഹോദരിയെ പറഞ്ഞു അവരിന്നലെ മരിച്ചു, ഞങ്ങൾ ഖബറടക്കുകയും ചെയ്തു എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് വിഷമമായി. അവിടുന്ന് പറഞ്ഞില്ലേ, എങ്കിൽ നിങ്ങൾ എനിക്ക് അവളുടെ ഖബർ കാണിച്ചു തരിക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പുതുമണ്ണ് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് നബിയെ ആ ഖബറിങ്കൽ നിന്നുകൊണ്ട് ആ നമസ്കരിച്ചു എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. അത് മസ്അല വേറെയാണ്. അത് ഖബറിങ്കൽ ആ ഖബറിങ്കൽ വെച്ച് നിസ്കരിക്കാതെ സുഹൃത്തുക്കളെ, മഹാനായ നബി ഈ പുണ്യം ഏറ്റവും നല്ലത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃകയുള്ള രൂപത്തിലുള്ള ജനാസ നമസ്കാരങ്ങൾക്കായിരിക്കും എന്ന വിഷയത്തിൽ നമുക്ക് സംശയത്തിന് അവകാശമില്ല. ഇനി സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിച്ചു നോക്കൂ, എന്താണ് ഈ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ മയ്യത്തിന് വേണ്ടി
ാണ് എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. പ്രവാചകൻ പറഞ്ഞു, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മാ മിൻ അലാ ജനാസതിഹി ലാ യുശ്രികൂന ബില്ലാഹി ശൈആ ഹുമുല്ലാഹു ഫീഹി. എന്താണ് റസൂലുള്ളാഹി പറഞ്ഞതിന്റെ ആശയം? ഒരു മുസ്ലിമായ ഫയഖൂമു അലാ ജനാസതിഹി 40 റജുലൻ, നമസ്കരിക്കുന്നു, 40 ആളുകൾ ഒരു ജനാസക്ക് വേണ്ടി നമസ്കരിക്കുന്നു. യുശ്രികൂന ബില്ലാഹി ശൈആ, പങ്കു ചേർത്തിട്ടില്ലാത്തവരാണ്, അല്ലാഹുവിൽ ഒരിക്കലും ശിർക്ക് ചെയ്യാത്ത ത്തിന് വേണ്ടി നമസ്കരിക്കുമ്പോൾ ശഫഅഹുമുല്ലാഹു ഫീഹി, ഈ വ്യക്തികൾ നടത്തുന്ന ശുപാർശ, പടച്ചതമ്പുരാനോട് നടത്തുന്ന അപേക്ഷ സ്വീകരിക്കാതിരിക്കും. എത്ര ആളുകൾ കൂടുന്നു അത്രയും നല്ലത്. പക്ഷേ അതൊക്കെ പ്രവാചകൻ പറഞ്ഞ മുസ്ലിം തൗഹീദുള്ള വ്യക്തികളായിരിക്കണം. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരേ ഉമ്മത്ത് തന്നെ നമസ്കരിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ നടത്തുന്ന ശുപാർശ സ്വീകരിക്കാതിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, വ്യക്തിയാണോ നമസ്കരിക്കുന്നത്, അഥവാ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ശുപാർശ അല്ലാഹു സുബ്ഹാനഹു, അതാളെത്ര കൂടുന്നുവോ അത്രയും മഹത്വമാണ്. ന്ന് ആകെ കൂടി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. എണ്ണം കുറെ കൂടുന്നതിലല്ല, എണ്ണം കാര്യമാത്ര പ്രസക്തമായിരിക്കണം, അഥവാ ആളുകളായിരിക്കണം. മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുന്ന ആളുകളുടെ അഖീദ ശരിയാവണം. ആളുകൾ പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, മൈതാനം നിറഞ്ഞു കവിഞ്ഞു, മയ്യത്ത് നിസ്കാരം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു മനസ്സിൽ വെക്കണം. എന്താ റസൂലുള്ളാഹി പറയുന്നത്? ആളുകളുടെ ശുപാർശ റബ്ബുൽ ആലമീൻ പടച്ച തമ്പുരാനോട് നമ്മൾ അല്ലാഹു തന്നെ ത്തിന് വേണ്ടിയുള്ള വേണ്ടി നിസ്കരിക്കാൻ ജനാസക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിങ്ങൾ വേണ്ടി നമ്മൾ ഈ നിസ്കരിക്കുന്ന ആളുകൾ അല്ലാഹു ചോദിക്കുന്നവർ കരഞ്ഞ അവർ യഥാർത്ഥ മുസ്ലിമീൻ. أبصارها خاشعة يقولون أئنا لمردودون في الحافرة أئذا كنا عظاما نخرة قالوا تلك إذا كرة خاسرة فإنما هي زجرة واحدة فإذا هم بالساهرة هل أتاك حديث موسى إذ ناداه ربه بالوادي المقدس طوى اذهب إلى فرعون إنه طغى فقل هل لك إلى أن تزكى وأهديك إلى ربك فتخشى فأراه الآية الكبرى فكذب وعصى ثم أدبر يسعى. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم
صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ സന്ദർഭങ്ങളിൽ അല്ലാഹുവുമായി നാം നടത്തുന്ന മനസ്സറിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനകളുടെ ആശയങ്ങളിലേക്ക്, അവയിലടങ്ങിയ മഹനീയമായ അർത്ഥതലങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളുടെ വിഷയത്തിൽ മയ്യിത്ത് നമസ്കാരത്തിൽ നാം നിർവഹിക്കുന്ന മഹനീയമായ പ്രാർത്ഥനകളുടെ അർത്ഥതലങ്ങളിലേക്ക്, ആശയങ്ങളിലേക്കുള്ള വിശദീകരണമാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ എല്ലാവരുടെയും ദുആകളെ സ്വീകരിക്കുകയും ഉത്തരം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ജനാസയുടെ അരികിൽ പാലിക്കേണ്ടുന്ന ചില മര്യാദകളെ സംബന്ധിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ജനാസ നമസ്കാരത്തിൽ അല്ലാഹുവുമായി നമ്മൾ അവന്റെ മുമ്പിൽ നാം സമർപ്പിക്കുന്ന നമ്മുടെ അപേക്ഷ, അത് വിശദീകരിക്കുന്നതിന്റെ മുമ്പായി ജനാസ നമസ്കാരത്തിന്റെ, മയ്യിത്ത് നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആമുഖമായി സൂചിപ്പിക്കുന്നത് നന്നായിരിക്കും, ഉചിതമായിരിക്കും എന്ന് മനസ്സിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഏതാനും ചില കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ വെച്ച് പല ആളുകൾക്കും വേണ്ടി അവൻ നിർവഹിക്കാൻ അവസരം ലഭിക്കുന്ന ഒരു മഹനീയമായ കർമ്മമാണ് മയ്യിത്ത് നമസ്കാരം. ധാരാളം ആളുകൾക്ക് വേണ്ടി നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ മരണപ്പെട്ടാൽ അയാൾക്ക് വേണ്ടി മറ്റുള്ളവർ നമസ്കരിക്കുന്നു. ഈ ഒരു മഹനീയമായ കർമ്മം പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ മയ്യിത്ത് നമസ്കാരത്തെ സംബന്ധിച്ച് വന്നിട്ടുള്ള പ്രതിപാദനം എന്താണ് എന്ന് പരിശോധിച്ചു നോക്കിയാൽ സൂറത്തു തൗബയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വചനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട്, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദൻ വലാ തഖും അലാ ഖബ്രിഹി. ഓ നബിയേ, വലാ തുസല്ലി, നീ നിസ്കരിച്ചു പോകരുത് നബിയേ, അലാ അഹദിൻ മിൻഹും മാത അബദാ, അവരുടെ കൂട്ടത്തിൽ നിന്നും മരിച്ച ഒരാൾക്ക് വേണ്ടിയും നബിയെ നിങ്ങൾ നിസ്കരിച്ചു പോകരുത്. വലാ തഖും അലാ ഖബ്രിഹി, അത്തരക്കാരുടെ ഖബറിന്റെ സമീപത്ത് നിങ്ങൾ പോയി നിൽക്കുകയും അരുത് നബിയേ. കാരണം അവരെ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അവിശ്വസിച്ചവരാണ്.
എന്നിങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിഖീങ്ങളായ ആളുകളെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന അവസരത്തിൽ പറഞ്ഞൊരു വചനമാണ്. മുനാഫിഖീങ്ങളായ ആളുകൾക്ക് വേണ്ടി, അതാരാ മുനാഫിഖീങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു അറിവ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായി മനസ്സിലായ മുനാഫിഖീങ്ങൾ ആളുകളുടെ മേൽ നിസ്കരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു പിന്നീട് നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. അതിനെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദൻ വലാ തഖും അലാ ഖബ്രിഹി. അപ്പൊ മുനാഫിഖിന് വേണ്ടി നബിയെ നിങ്ങൾ നിസ്കരിക്കരുത് എന്ന് പറഞ്ഞ വചനം, അതിൽ നിന്ന് മനസ്സിലാക്കാം റസൂലുള്ളാഹി മുസ്ലിമീങ്ങളുടെ മേലിൽ നിസ്കരിക്കാറുണ്ടായിരുന്നു. മുനാഫിഖീങ്ങൾക്കാണതില്ലാത്തത്. അപ്പോ മയ്യത്ത് നമസ്കാരത്തെ സംബന്ധിച്ച് ഖുർആനിൽ എന്താണ് വന്നത് എന്ന് ചോദിച്ചാൽ, മുനാഫിഖീങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കരുത് നബിയെ എന്ന കൽപ്പനയാണ് ഖുർആനിലുള്ളത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം മുസ്ലിമീങ്ങളുടെ മേൽ മയ്യത്ത് നിസ്കാരം ഉണ്ട്. ഇതാണ് വിശുദ്ധ ഖുർആനിൽ അത് സംബന്ധമായി വന്നിട്ടുള്ള പരാമർശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളിലൂടെ പരിശോധിച്ചു നോക്കിയാൽ മയ്യത്ത് നമസ്കാരം നിർവഹിക്കുന്ന ഈ വ്യക്തിക്ക് ലഭിക്കുന്ന പുണ്യം എത്രയാണ്. ജനാസക്ക് വേണ്ടി നമ്മൾ നമസ്കരിക്കുമ്പോൾ ആ ജനാസ നമസ്കരിക്കുന്ന വ്യക്തിക്ക് അതിലൂടെ ലഭിക്കുന്ന പുണ്യത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഒരു ജനാസക്ക് വേണ്ടി നമസ്കരിച്ചാൽ, മൻ സ്വല്ലാ അലാ ജനാസത്തിൻ ഫലഹു ഖീറാത്തുൻ, ആരെങ്കിലും ഒരു ജനാസക്ക് വേണ്ടി നമസ്കരിച്ചാൽ അവന് ഒരു ഖീറാത്ത് പ്രതിഫലമുണ്ട്. വമൻ തബിഅഹാ, ആരെങ്കിലും ആ ജനാസയെ പിന്തുടർന്നാൽ, ഏതുവരെ ഹത്താ യുഖ്ദാ ദഫ്നുഹാ, മറമാടൽ പൂർത്തിയാകപ്പെടുന്നത് വരെ ആ ജനാസയെ പിന്തുടരുകയും ചെയ്താലോ, ഫലഹു ഖീറാത്താനി, ഫലഹു ഖീറാത്താനി, അയാൾക്ക് 2 ഖീറാത്ത് പ്രതിഫലമുണ്ട്. അഹദുഹുമാ വസ്ഗറുഹുമാ മിസ്ലു വഹദ്, അതിൽ ഒരു ഖീറാത്ത് തന്നെയും വഹദ് മലയോളം വലുപ്പമുണ്ട്. മദീനയിൽ വലിയ പർവ്വതമായിട്ട് റസൂലുള്ളാഹി എപ്പോഴും ഉപമിക്കാറുള്ളത് വഹദ് മലയാണ്. മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്ന വ്യക്തിക്ക് അതിലൂടെ ലഭിക്കുന്നത് വഹദ് മലയോളമാണ്. മയ്യത്ത് നമസ്കാരം നിർവഹിക്കുകയും ജനാസയുടെ പിന്നാലെ പോവുകയും ജനാസയുടെ അടക്ക കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തുവെങ്കിലോ അവന് 2 ഖീറാത്ത് പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അത്ര വലിയ മഹത്വമുള്ള സംഗതിയാണ് ജനാസക്ക് വേണ്ടി നമസ്കരിക്കൽ. മയ്യത്തിന് വേണ്ടി നമസ്കരിക്കുക അത് വളരെയേറെ പുണ്യമുള്ള കാര്യമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്തൊരു കാര്യവുമാണ്. പക്ഷെ നമ്മൾ അവിടെ മനസ്സിലാക്കുക, ഇപ്പോ പലപ്പോഴും ഒരു മസ്അലയായി കൈകാര്യം ചെയ്യപ്പെടാറുണ്ട്. എന്ത്, ലോകത്തെ എവിടെ ആളുകൾ മരിച്ചാലും ആ ആളുകളുടെ പേരിലൊക്കെ നമുക്ക് മയ്യത്ത് നിസ്കരിച്ചൂടെ, എന്താ അതിന് വിരോധം എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ഒരിടത്ത് വെച്ച് ജനാസ നമസ്കാരം നിർവഹിക്കപ്പെട്ട ഒരു മയ്യത്തിന്റെ പേരിൽ മറഞ്ഞ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീടൊരു നമസ്കാരം നിർവഹിച്ചതായി നമുക്ക് രേഖയില്ല. ഉള്ള രേഖ ആകെ കൂടിയുള്ളത് നജാശി രാജാവിന്റെ മരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഹയിലൂടെ മദീനത്ത് വെച്ച് കിട്ടിയപ്പോൾ അവിടെ ആരും ആ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നമസ്കാരം അവർക്ക് വേണ്ടി നിർവഹിക്കുന്നു. അതിന് പണ്ഡിതന്മാർ പറയുന്ന കാരണങ്ങളിൽ കാണാം, ആ പ്രദേശത്ത് വെച്ച് ഈ ഫർള് കിഫാ, ജനാസക്ക് വേണ്ടി നമസ്കരിക്കുക എന്ന സാമൂഹ്യമായ ബാധ്യത നിർവഹിക്കാൻ ഇവിടെ ആളില്ലാത്തത് കൊണ്ട് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെയും കൂട്ടി നിസ്കരിച്ചു. അതല്ലാതെ ഒരാൾ മരണപ്പെട്ട് ആ പ്രദേശത്ത് വെച്ച് ആ ജനാസക്ക് വേണ്ടി നിസ്കരിക്കുകയും അതിന് പുറമെ മറുനാടുകളിൽ വെച്ച് വേറെയും ആളുകൾ നമസ്കരിച്ചതായുള്ള പ്രവാചകന്റെ കാലഘട്ടത്തിൽ നമുക്കൊരു രേഖ കാണാൻ സാധ്യമല്ല. അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ മറഞ്ഞ മയ്യത്തുകൾക്ക് വേണ്ടിയുള്ള ഒരു നമസ്കാരം അങ്ങനെ ഒരു യഥാർത്ഥമായ നിലക്കുള്ള ഒരു ശരിയായ കീഴ്വഴക്കമല്ല എന്നതാണ് പണ്ഡിതന്മാരിൽ നല്ലൊരു വിഭാഗം പറയുന്നത്. എന്നാൽ മറഞ്ഞ ഒരു മയ്യത്തിന് വേണ്ടി ഒരിക്കലെങ്കിലും പ്രവാചകൻ നമസ്കരിച്ചല്ലോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ നിർവഹിക്കുന്നതിന് വിരോധമില്ല എന്നഭിപ്രായപ്പെടുന്ന ഇമാമിയങ്ങളും ഉണ്ട്. അഭിപ്രായ വ്യത്യാസം പണ്ഡിത ലോകത്ത് നിലവിലുള്ളതാണ്. പക്ഷേ അതിൽ കൂടുതൽ ശരിയായി തോന്നുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിലെ ഈ സംഭവമാണ്. ഏത്,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഒരിടത്ത് വെച്ച് ജനാസ നമസ്കാരം നിർവഹിക്കപ്പെട്ട ഒരു മയ്യത്തിന് വേണ്ടി രണ്ടാമതും ഒരു നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടില്ല. പിന്നെ പ്രവാചകൻ ചെയ്തത്, നിസ്കാരം നടന്ന ഒരു മയ്യത്തിന് വേണ്ടി പ്രവാചകൻ വീണ്ടും നിസ്കരിച്ചത് എവിടെയാണ്? അത് ഖബറുങ്കൽ ചെന്നുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദീനത്തെ പള്ളി അടിച്ചു വാരിയിരുന്ന ഒരു സഹോദരിയെ കാണാതായപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് അന്വേഷിച്ചു. സ്വഹാബത്ത് നബിയോട് വിവരം പറയാതെ അവരെ തലേ രാത്രി തന്നെ മയ്യത്ത് കൊണ്ടുപോയി നമസ്കരിക്കുകയും അതുപോലെ തന്നെ മറമാടുകയും ചെയ്തു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് സ്വഹാബത്ത് ഈ വിവരം പറഞ്ഞില്ല, നബി അതറിഞ്ഞതുമില്ല. പിന്നെയാണ് പള്ളിയിൽ വന്ന് ഈ സഹോദരിയെ കാണാതായപ്പോൾ റസൂലുള്ളാഹി അന്വേഷിക്കുന്നു. സ്വഹാബിമാര് വിവരം പറഞ്ഞു, അവരിന്നലെ മരിച്ചു, ഞങ്ങൾ ഖബറടക്കുകയും ചെയ്തു എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് വിഷമമായി. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എന്നോട് വിവരം അറിയിക്കാമായിരുന്നില്ലേ? ആകട്ടെ, ഈ സംഭവിച്ചത് സംഭവിച്ചു, ഇത് പറഞ്ഞിട്ട് പ്രയോജനമില്ലല്ലോ. എങ്കിൽ നിങ്ങൾ എനിക്ക് അവളുടെ ഖബർ കാണിച്ചു തരിക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സ്വഹാബിമാര് അതാ പുതുമണ്ണ് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് നബിയെ ആ സ്വഹാബാവരുതയുടെ ഖബർ എന്ന് പറഞ്ഞ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറുങ്കൽ നിന്നുകൊണ്ട് ആ സഹോദരിക്ക് വേണ്ടി ജനാസ നമസ്കരിച്ചു എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. അത് മസ്അല വേറെയാണ്. അത് ഖബറിങ്കൽ, ആ ഖബറിങ്കൽ വെച്ച് നിസ്കരിക്കുന്ന മസ്അല അത് വേറെയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച മസ്അല അത് വേറെയുമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ പുണ്യം നമുക്ക് കരസ്ഥമാകാൻ ഏറ്റവും നല്ലത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃകയുള്ള രൂപത്തിലുള്ള ജനാസ നമസ്കാരങ്ങൾക്കായിരിക്കും എന്ന വിഷയത്തിൽ നമുക്ക് സംശയത്തിന് അവകാശമില്ല എന്ന് ആമുഖമായി തന്നെ സൂചിപ്പിക്കുകയാണ്. ഇനി സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിച്ചു നോക്കൂ, എന്താണ് ഈ മയ്യത്ത് നമസ്കാരം? മയ്യത്ത് നമസ്കാരത്തിലൂടെ നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ മയ്യത്തിന് വേണ്ടി ശുപാർശയെ ചോദിക്കുകയാണ് എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. പ്രവാചകൻ പറഞ്ഞു, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മാമിൻ മയ്യിത്തിൻ മാമിൻ റജുലിൻ മുസ്ലിമിൻ യമൂതു, ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെടുന്നു. فيقوم على جنازته 40 رجلا لا يشركون بالله شيئا إلا شفعهم الله فيه. എന്താണ് റസൂലുള്ളാഹി പറഞ്ഞതിന്റെ ആശയം? ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെടുന്നു. فيقوم على جنازته 40 رجلا, ആ മുസ്ലിമായ മനുഷ്യന് വേണ്ടി 40ഓളം ആളുകൾ നമസ്കരിക്കുന്നു. 40 ആളുകൾ ഒരു ജനാസക്ക് വേണ്ടി നമസ്കരിക്കുന്നു. എങ്ങനെയുള്ള 40 ആളുകൾ? ലാ യുശ്രികൂന ബില്ലാഹി ശൈആ, അവരെ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർത്തിട്ടില്ലാത്തവരാണ്. അല്ലാഹുവിൽ ഒരിക്കലും പങ്കുചേർത്തിട്ടില്ലാത്ത, ഒന്നിനെയും ശിർക്ക് വെച്ചിട്ടില്ലാത്ത, ശിർക്ക് ചെയ്യാത്ത 40 ആളുകൾ അവർ മയ്യത്തിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ, ജനാസ നമസ്കരിക്കുമ്പോൾ, ഇല്ലാ ശഫഅഹുമുല്ലാഹു ഫീഹി, ആ മയ്യത്തിന്റെ വിഷയത്തിൽ ഈ വ്യക്തികൾ നടത്തുന്ന അല്ലാഹുവിനോട് നടത്തുന്ന ശുപാർശ, പടച്ചതമ്പുരാനോട് നടത്തുന്ന അപേക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാതിരിക്കുകയില്ല. എത്രയാണപ്പോൾ അതിന്റെ മഹത്വം? ആള് കൂടുന്നതിനനുസരിച്ച് അതിന്റെ മഹത്വം കൂടുകയാണ്. എത്ര ആളുകൾ കൂടുന്നുവോ അത്രയും നല്ലത്. പക്ഷേ അതൊക്കെ പ്രവാചകൻ പറഞ്ഞ മുസ്ലിമീങ്ങളായിരിക്കണം, തൗഹീദുള്ള വ്യക്തികളായിരിക്കണം. അതാ ആളുകൾ കൂടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മാമിൻ മയ്യിത്തിൻ തുസല്ലി അലൈഹി ഉമ്മത്തും മിനൽ മുസ്ലിമീന. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാൾ മരിച്ചു, ആ മരിച്ച വ്യക്തിക്ക് വേണ്ടി മുസ്ലിമീങ്ങളുടെ ഒരു ഉമ്മത്ത് തന്നെ നമസ്കരിക്കുകയാണ്, ഒരു 100 ആളുകൾ. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ നടത്തുന്ന ശുപാർശ സ്വീകരിക്കാതിരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, വളരെയേറെ പുണ്യമുള്ള, നമസ്കരിക്കുന്ന വ്യക്തിക്ക് പുണ്യമുള്ള കാര്യം, ആർക്ക് വേണ്ടിയാണോ നമസ്കരിക്കുന്നത് അഥവാ ആർക്ക് വേണ്ടിയാണോ ഈ നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ശുപാർശയാണ്. ആ ശുപാർശ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. അത് ആളെത്ര കൂടുന്നു
കൂടുന്നുവോ അത്രയും മഹത്വമാണ്. പക്ഷേ ഈ ഹദീസുകളിൽ നിന്ന് ആകെ കൂടി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും, എണ്ണം കുറെ കൂടുന്നതിലല്ല കാര്യം, ഉള്ള എണ്ണം കാര്യമാത്ര പ്രസക്തമായിരിക്കണം. അഥവാ ലാ യുശ്രികൂന ബില്ലാഹി ശൈആ, അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കാത്ത ആളുകളായിരിക്കണം. മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുന്നത് കുറെ ആളുകളാവലല്ല കാര്യം, നിസ്കരിക്കുന്ന ആളുകളുടെ അഖീദ ശരിയാവണം. മയ്യത്ത് നിസ്കരിക്കുന്ന ആളുകൾ പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, ഇന്ന നേതാവ് മരിച്ചു, മൈതാനം നിറഞ്ഞു കവിഞ്ഞു, അല്ലെങ്കിൽ ലക്ഷങ്ങൾ പങ്കെടുത്തു, അല്ലെങ്കിൽ 10,000 പങ്കെടുത്ത മയ്യത്ത് നിസ്കാരമായിരുന്നു. സുഹൃത്തുക്കളെ, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ആശയം മനസ്സിൽ വെക്കണം. എന്താ റസൂലുള്ള പറയുന്നത്? ശിർക്ക് ചെയ്യാത്ത മുസ്ലിമീങ്ങളുടെ, യഥാർത്ഥമായി അല്ലാഹുവിൽ തൗഹീദ് ഉറച്ചിട്ടില്ലാത്ത ആളുകളുടെ ശുപാർശ റബ്ബുൽ ആലമീൻ സ്വീകരിക്കുന്നതല്ല. പടച്ച തമ്പുരാനോട്, നമ്മൾ അള്ളാഹുവിനോട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മയ്യത്ത് നിസ്കരിക്കുന്ന നേരത്ത് ആ മയ്യത്ത് നിസ്കാരത്തിലെ പ്രധാനപ്പെട്ട വിഷയം തന്നെ എന്താണെന്നോ? മയ്യത്തിന് വേണ്ടിയുള്ള ദുആയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ സ്വല്ലൈതും അലൽ ജനാസതി ഫഅഖ്ലിസൂ ലഹു ദുആ. നിങ്ങൾ ഒരു ജനാസക്ക് വേണ്ടി നിസ്കരിക്കുന്ന അവസരത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, എന്ത്? നിങ്ങൾ ജനാസക്ക് വേണ്ടി നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ആ ജനാസക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിങ്ങൾ ഇഖ്ലാസോടുകൂടെ നിർവഹിക്കണേ. മയ്യത്ത് നിസ്കാരത്തിലെ കാതൽ അതാണ്. മയ്യത്തിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട്, പടച്ചവനെ നീ പുറത്തു കൊടുക്കണേ, ഞാൻ വിശദീകരിക്കുന്നുണ്ട് ആ പ്രാർത്ഥന. അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, യശ്ഫഊന, ഈ നിസ്കരിക്കുന്ന ആളുകൾ അല്ലാഹുവിനോട് ഈ മയ്യത്തിന് വേണ്ടി റെക്കമെൻഡിന് ചോദിക്കുകയാണ്, ഈ മയ്യത്തിന് വേണ്ടി ശുപാർശ ചോദിക്കുകയാണ് അല്ലാഹുവിനോട്. അങ്ങനെ ശുപാർശ ചോദിക്കുന്നവർ കരഞ്ഞുകൊണ്ട് ചോദിച്ചാലും രക്ഷയില്ല, അവർ യഥാർത്ഥ മുസ്ലിമീങ്ങളായിരിക്കണം. അപ്പൊ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണമല്ല പ്രധാനം, ആ എണ്ണത്തോടൊപ്പം തന്നെ അതിനേക്കാൾ പ്രധാനമാണ് അതിൽ പങ്കെടുക്കുന്ന വ്യക്തികളുടെ തൗഹീദ് ശരിയാണോ, തൗഹീദ് ശരിയാണോ, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാമിന്റെ കറകളഞ്ഞ ആ ശുദ്ധമായ തൗഹീദ് ഉണ്ടല്ലോ, അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്ത ആളുകളായിരിക്കണം ആ നമസ്കരിക്കുന്ന ആളുകൾ. എങ്കിൽ അവർ റെക്കമെൻഡ് ചെയ്താലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശുപാർശ സ്വീകരിക്കുകയുള്ളൂ. ഇതാണ് ഇപ്പൊ നമ്മൾക്ക് ആ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം പഠിപ്പിക്കണം, അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ എനിക്ക് അവസരമില്ല, എനിക്ക് നേരമില്ലെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നാൽ തൗഹീദിൽ അടിയുറച്ച വ്യക്തികൾ നമുക്ക് വേണ്ടി നിസ്കരിക്കാനുണ്ടാകുമോ? തൗഹീദിനെ പ്രചരിപ്പിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും ആ ആദർശത്തെ തന്റെ മക്കളിലേക്കും ഭാര്യയിലേക്കും ഭർത്താവിലേക്കും കുടുംബത്തിലേക്കും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്കല്ലേ റബ്ബുൽ ആലമീൻ അവർ മരിച്ചാലും അവർക്ക് വേണ്ടി ഇത്തരക്കാര് ശുപാർശ പറയാനുണ്ടാവുക? നിസ്കാരം അറിയാത്ത ആളുകളാ പലപ്പോഴും നിസ്കരിക്കാൻ കയറി നിൽക്കുന്നത്. ധാരാളക്കണക്കിന് ആളുകൾ ഫർള് വരെ നിസ്കരിക്കാത്ത ആളുകൾ മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് തിരക്ക് കൂട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവര് മയ്യത്ത് നിസ്കരിച്ചിട്ട് എന്താ കാര്യം? അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പൊറുക്കാത്ത മഹാപാതകമായ ശിർക്ക് ചെയ്യുന്ന ആളുകൾ മയ്യത്തിന് വേണ്ടി അല്ലാഹുവിനോട് റെക്കമെൻഡ് പറഞ്ഞിട്ട് എന്താ കാര്യം? കാരണം റസൂലുള്ള പറഞ്ഞില്ലേ, ലാ യുശ്രികൂന ബില്ലാഹി ശൈആ, അവര് അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർത്തിട്ടുമില്ലാത്ത ആളുകളാണെങ്കിൽ ആ ശുപാർശ അല്ലാഹു തആല സ്വീകരിക്കും എന്നാണ്. അപ്പൊ അള്ളാഹിനോട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ ദുആ ചെയ്യുന്ന ആൾക്കാർ നല്ലവരായിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്യാത്ത ആൾക്കാരായിരിക്കണം എന്നാണോ? അങ്ങനെ ഉണ്ടാവില്ല. കാരണം നമ്മൾ ആരും അമ്പിയാക്കന്മാരല്ല. അമ്പിയാക്കളിൽ ഒരു തെറ്റും സംഭവിക്കുകയില്ല. അവർ മഅസൂമുകളാണ്, പാപം ചെയ്യാത്ത പരിശുദ്ധരാണ്. പക്ഷേ അവരെ പോലെയല്ലല്ലോ മറ്റു മനുഷ്യന്മാര്. അപ്പൊ അങ്ങനത്തെ ആളുകൾ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. പക്ഷേ ശിർക്ക് ചെയ്യാത്ത ആളുകൾ എന്നത് ഇസ്ലാം പറഞ്ഞ കണിശമായ നിയമമാണ്. ശിർക്ക് ചെയ്യാത്തവരായിരിക്കണം മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കേണ്ടത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം സുഹൃത്തുക്കളെ, എന്താണ് ഈ ശിർക്ക് എന്ന് മനസ്സിലാക്കണ്ടേ. ശിർക്ക് എന്ന് പറഞ്ഞാൽ വിഗ്രഹത്തെ ആരാധിക്കുന്ന ആൾക്കാർ മയ്യത്ത് നിസ്കരിക്കണ്ട എന്നാണോ റസൂൽ പറയുന്നത്? മാത്രമാണോ ഉദ്ദേശം? എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കാത്ത മഹാപാതകമാണല്ലോ ശിർക്ക്. എന്താണ് ശിർക്ക് എന്ന് ലളിതമായിട്ടൊന്ന് ഏതാനും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
അള്ളാഹുവിനെ പോലെ മറ്റൊരു അള്ളയുണ്ട് എന്ന് വിശ്വസിക്കൽ മാത്രമാണോ ശിർക്ക്? അല്ലെങ്കിൽ അള്ളാഹുവിനെ പോലെ സ്വന്തമായി കഴിവുള്ള വേറൊരു സ്വയം പര്യാപ്തനായ എല്ലാറ്റിനും സ്വന്തമായി കഴിവുള്ള മറ്റൊരാളുണ്ട് എന്ന് വിശ്വസിക്കൽ മാത്രമാണോ ശിർക്ക്? അങ്ങനെയൊക്കെ വിശ്വസിച്ചാൽ ശിർക്ക് തന്നെയാണ്. പക്ഷേ അത് മാത്രമല്ല സുഹൃത്തുക്കളെ ശിർക്ക് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ പരിശുദ്ധ ഖുർആനിൽ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒക്കെ വചനങ്ങളിലൂടെ പടച്ച തമ്പുരാനുണ്ട് എന്ന് ചില പ്രത്യേകമായ ഗുണങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹുവിനെ പോലെ ഗുണങ്ങളുള്ള ഒരാളുണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല. പടച്ച തമ്പുരാനെ പോലെയുള്ള ഗുണങ്ങളുള്ള ഒരാളുണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല. പരത്തി വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല. കാരണം ഈ വിഷയം പറയുമ്പോൾ ഒരു സൂചനയെങ്കിലും നൽകിയില്ലെങ്കിൽ എന്താണ് ശിർക്ക് എന്നതിനെ കുറിച്ചുള്ളൊരു ചെറിയ ഒരു സൂചന മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. തൗഹീദും ശിർക്കും സംബന്ധമായ പഠനങ്ങൾ വേറെ തന്നെ നടന്നിട്ടുള്ളതാണ്. വിശദമായി നമ്മൾ അതാണ് ആശ്രയിക്കേണ്ടത് പഠിക്കാൻ. പക്ഷേ ഞാൻ ഇവന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ശിർക്ക് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരുപാട് ഗുണങ്ങളും അവന്റേതായ പ്രത്യേകതകളും അവന്റേതായ നാമങ്ങളുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതേ രൂപത്തിലുള്ള ഗുണങ്ങളുള്ളവരുണ്ടെന്നോ, പടച്ച തമ്പുരാനെ പോലെ കേൾക്കുന്നവരുണ്ടെന്നോ, അള്ളാഹുവിനെ പോലെ കാണുന്നവരുണ്ടെന്നോ, അള്ളാഹുവിനെ പോലെ അറിയുന്നവരുണ്ടെന്നോ വിശ്വസിക്കലും ശിർക്ക് തന്നെയാണ്. അതാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന, മുസ്ലിം സമുദായത്തിൽ നടക്കുന്ന, ആ സൊസൈറ്റിയിൽ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ശിർക്കിന്റെ ഭാഗം അത് തന്നെയാണ്. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിളിക്കാൻ അള്ളാഹു നമുക്ക് സമയം നിശ്ചയിച്ചു തന്നിട്ടില്ല. ഏത് സമയത്തും നമുക്ക് അള്ളാഹുവിനെ വിളിക്കാവുന്നതാണ്. അള്ളാഹുവിനെ വിളിക്കാൻ നമുക്ക് അള്ളാഹു പ്രത്യേകം ഒരു സ്ഥലം നിശ്ചയിച്ചു തന്നിട്ടില്ല. ഏത് സ്ഥലത്ത് വെച്ചും നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാവുന്നതാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മളൊരു കാര്യം പറയുമ്പോ നിങ്ങൾ ഇന്ന ഇന്ന വിഷയങ്ങൾക്ക് വേണ്ടി മാത്രമേ എന്നോട് ചോദിക്കാവൂ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. കുറ്റകരമല്ലാത്ത തെറ്റല്ലാത്ത ഏത് കാര്യത്തിന് വേണ്ടിയും നമുക്ക് റബ്ബിനോട് ചോദിക്കാം. ഇന്ന വിഷയങ്ങളെ അള്ളാഹുവിന് കഴിയൂ, ഇന്ന വിഷയം അള്ളാഹുവിന് കഴിയില്ല എന്നൊരു വിശ്വാസം നമുക്കില്ല. അത് ഉണ്ടായാൽ ശിർക്കുമാണ്, കുഫറുമായി പോകും. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിനെ വിളിക്കാൻ നമുക്ക് സമയമില്ല, സ്ഥലമില്ല, അതുപോലെ തന്നെ വിഷയമില്ല. ഏത് കാര്യത്തിനും അള്ളാഹുവിനോട് ചോദിക്കാം. ഏത് സ്ഥലത്ത് വെച്ചും അള്ളാഹുവിനോട് ചോദിക്കാം. ഏത് സമയത്തും അള്ളാഹുവിനോട് ചോദിക്കാം. കാരണം അള്ളാഹു എല്ലാ അവസരങ്ങളിലും ജീവിച്ചിരിക്കുന്നവനാണ്. അള്ളാഹുവിന്റെ ഗുണം തന്നെ ആയത്തുൽ കുർസിയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. അള്ളാഹു അവൻ മാത്രമാണ് ആരാധ്യൻ. കാരണം എന്തെന്നല്ലേ, അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ ഇലാഹാകാൻ പറ്റുകയുള്ളൂ. എല്ലാത്തിനെയും നിയന്താവിനെ ഇലാഹാകാൻ പറ്റുകയുള്ളൂ. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. ഉറക്കമോ മയക്കമോ അവനെ ബാധിക്കുകയില്ല. മയങ്ങുന്ന ഒരുത്തനോട് നമുക്ക് എങ്ങനെ കാര്യം പറയാൻ പറ്റും? ഉറങ്ങുന്ന ഒരുത്തനോട് കാര്യം പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാകും? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങൾ എപ്പോ വിളിച്ചാലും അവൻ ഉണർന്നിരിക്കുന്നവനാണ്, അവൻ ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ മയങ്ങുന്നവനല്ല, അവൻ റെസ്റ്റ് എടുക്കാൻ പോകുന്നവനല്ല, അവൻ ഉറങ്ങുന്നവനല്ല, അവന് ക്ഷീണമോ തളർച്ചയോ അനുഭവപ്പെടുകയില്ല. അതുകൊണ്ട് ഏത് സമയത്ത് വെച്ച് എവിടെ വെച്ച് ആര് എന്ത് വിഷയത്തിന് എപ്പോൾ വിളിച്ചാലും എല്ലാം കേൾക്കുന്ന സമീആണ്, എല്ലാം കാണുന്ന ബസീറാണ്, എല്ലാവർക്കും ഉത്തരം ചെയ്യുന്ന മുജീബാണ്, എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം ചെയ്യാൻ കഴിവുറ്റ ഖദീറാണ്, എല്ലാവരെയും അറിയാവുന്ന അലീമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അത് മുസ്ലിമീങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു. ആർക്കും അതിലൊരു തർക്കവുമില്ല. എന്നാൽ സുഹൃത്തുക്കളെ, ഇതേ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിളിക്കാൻ സമയം നിശ്ചയിച്ചിട്ടില്ലാത്തതുപോലെ ഇന്ന് ചില ആളുകൾ മഹാത്മാക്കളായ ആളുകളെയും വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. മഹാത്മാക്കളെ വിളിക്കാൻ അവർ സമയം പറഞ്ഞു കാണുന്നില്ല. മഹാത്മാക്കളെ വിളിക്കാൻ പ്രത്യേകം സ്ഥലം അവർ പറഞ്ഞു കാണുന്നില്ല. മഹാത്മാക്കളോട് ഇന്ന വിഷയത്തിലെ ചോദിക്കാവൂ എന്ന വിഷയവും അവർ പഠിപ്പിക്കുന്നില്ല. എവിടെ വെച്ചും മഹാത്മാക്കളെ വിളിക്കാം, ഏത് സമയത്തും വിളിക്കാം, ഏത് കാര്യത്തിനും വിളിക്കാം. കാരണം ഏത് സമയത്ത് വിളിച്ചാലും നമ്മുടെ വിളി കേൾക്കാൻ അവർക്ക് സാധിക്കുന്നു. എവിടെ വെച്ച് വിളിച്ചാലും നമ്മെ കാണാൻ അവർക്ക് സാധിക്കുന്നു. എന്ത് വിഷയത്തിന്